ഞങ്ങളിത് ഇന്ന് ഓണം ഷോപ്പിങ്ങിന് പോവുകയാണ്. എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം. ഞങ്ങളുടെ ഫസ്റ്റ് ഓണവും കൂടെയാണ്. നമ്മൾ അമ്മയായിട്ടാണ് പോകുന്നത്. അമ്മയുടെ വകയാണോ ഇന്ന് ഷോപ്പിംഗ് സ്പോൺസർ ചെയ്യുന്നത്? അതെ. ഫുൾ അമ്മ ചെയ്യോ സ്പോൺസർ? അതെ. ആക്ച്വലി ഇനി ഒരാഴ്ചയുള്ളൂ ഓണത്തിന്. നമ്മൾ ലേറ്റായി പോയി എന്താ ജോമോനെ? ലേറ്റ് ടൈം എന്തായാലും ലേറ്റസ്റ്റ് ആവേ. നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു കേസ്. എല്ലാവരെയൊക്കെ എടുത്തോണ്ട് പോയി കാണുമോ? ഫുള്ള് ബ്ലോക്കാണ് കേസ്, നല്ല ബ്ലോക്കാണ്. അമ്മയ്ക്ക് ഓപ്ഷനിൽ രണ്ടെണ്ണം ഉണ്ട്. ആർ കെ വെഡിങ് മോളുണ്ട്, പോത്തീസ് ഉണ്ട്. അമ്മ പോത്തീസ് വേണോ ആർ കെ വെഡിങ് മോൾ വേണോ? ആർ കെ മതിയാ. അപ്പം ഫസ്റ്റ് മാളുവിൻ്റെ നോക്കുന്നത്. മാളു മെറ്റീരിയൽ എടുത്ത് തയ്ക്കാന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനത്തെ മെറ്റീരിയൽ ടൈപ്പാണ് കേസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ബനാറസിൻ്റെ ബോർഡറുള്ള ടൈപ്പാണ്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് കേസ്. കൊള്ളാം. ഇതൊരു വെറൈറ്റിയാണ്, ഇത് വേറൊരെണ്ണം, ഇതടുത്തത്. ഈ മെറ്റീരിയലിൻ്റെ സ്റ്റിച്ച്ഡ് എല്ലാം മുകളിലുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നമുക്കിനി മുകളിലോട്ട് പോകാം കേസ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അലയുമല്ലോ. അലഞ്ഞ് കുറേ നോക്കിയാണല്ലോ കിട്ടുന്നത്. ഹലോ, എന്ത് കണ്ടു പറയാനുള്ളത്? ചിരിക്കുന്നില്ല, ഇതിന് ചിരിക്കുന്നില്ല. അമ്മയ്ക്ക് അന്ന് ക്യാമറ കയറുമ്പോൾ ഇങ്ങനെ പേടിച്ച് അമ്മ ഇരിക്കുമോ. ആദ്യം എനിക്ക് നോക്കാം കേസ്. ഇവിടെ വന്നപ്പോഴും കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഒരേപോലത്തെ എടുക്കാം. ആദ്യം എൻ്റേത് എടുത്തിട്ട് അതേ സെയിം പാറ്റേണുള്ള മാളുവിനും എടുക്കാം. ജോമൻ കുർത്തയും കൊണ്ട് എടുക്കാനായി പോകുന്നത്. അപ്പോൾ കുർത്ത സെലക്ട് ചെയ്തു. ജോമൻ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു കളർ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അമ്മ ജോമനായിട്ട് വേറെ സെലക്ട്. അമ്മ അങ്ങോട്ട് ചാടി കയറി പറഞ്ഞു ഇനി ഒന്ന് മാറി, ഞാൻ ബാക്കി എടുക്കാം. അമ്മ അതേ എടുക്കും. ഇതാണ് ഗീസ് ട്രയൽ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട്. കല്യാണ ചെറുക്കനാണോ? എങ്ങനെയുണ്ട് ഗീസ്? കൊള്ളാല്ലേ? ജോമൻ വേറെ ബൈ കല്യാണ ചെറുക്കനെ. കൊള്ളാല്ലേ ഗീസ്? അത്യാവശ്യം ചേരുന്നുണ്ട്. നല്ല പാറ്റേൺ ആണ്, നല്ല മാച്ച് ആവുന്നുണ്ട്. ഈ കളർ എനിക്ക് അല്ലെങ്കിലും ചേരുമല്ലേ നമ്മൾ? ഇതിന് മുന്നേ ഇതുപോലെ ഒരു ടൈപ്പ് കുർത്തി ഇട്ടപ്പോൾ നല്ല ചേർച്ച ഉണ്ടായിരുന്നു. കൂടെ ട്രയൽ ചെയ്യാം. ഒരുമാതിരി ആ ബ്രൈറ്റ് കളറിന് ഇത് കണ്ടപ്പം അത്രയും കണ്ട് ഞാനും ഇനി ഈ മെറ്റീരിയൽ ഡ്രസ്സ് എടുക്കേണ്ടി വരുമല്ലോ. ജോമൻ ആദ്യമേ ഇവിടെ കൊണ്ട് കെട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ എനിക്ക് ഇതല്ലേ ഗീസ് ചേരുന്നത്. അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് പൊതുവേ അമ്മയ്ക്കും മാളുവിനും അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അത് തന്നെ ചൂസ് ചെയ്യാം. ജോമന് ഇഷ്ടമാണ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെടായ്മയൊന്നുമില്ല, കൊള്ളാം. എൻ്റെ ഡ്രസ്സ് എടുത്തതേ കഴിഞ്ഞു. ഒരു വലിയൊരു ടാസ്ക്കാണ് എനിക്ക് ഒഴിവായി കിട്ടിയത്. പെട്ടെന്ന് കഴിഞ്ഞു കേസ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലേ. അതുകൊണ്ട് ജോമൻ ആദ്യമേ കയറ്റിയത്, അല്ലാതുണ്ടെങ്കിൽ ഇന്നൊന്നും തീരത്തില്ല. അടുത്ത മാളുവിൻ്റെ ഡ്രസ്സ് എടുക്കുക എന്നുള്ളൊരു വലിയ ചടങ്ങിലോട്ടാണ് നമ്മളിതേ പോകുന്നത്. നമ്മൾ ആദ്യം വന്ന സ്ഥലത്ത് തന്നെ പിന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ ആയി കേസ്. ഇവിടെ എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു, ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തോ മാഡം? ജോമനെ പോലെ ഞാനും ടൈം എടുക്കുന്നു, അല്ലെങ്കിൽ ഞാനാണ് ഫാസ്റ്റ് എടുക്കുന്നത്. പിന്നെ ഇവിടെ കിടന്ന് നല്ല രീതിക്ക് അലയുന്നുണ്ട് കേസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേസ്. നല്ലൊരു ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുത്ത പോത്തീസ് അല്ലെങ്കിൽ രാമചന്ദ്രനിൽ പോയിട്ട് കുറച്ചുകൂടെ ഷോപ്പിംഗ് എല്ലാം ഡൺ ഗൈസ്. രാമചന്ദ്രനൊക്കെ ഭയങ്കര ആൾക്കാരാണ് കേസ്. ഫുൾ ആൾക്കാരാണ്. തിരക്ക് നല്ല തിരക്കാണ്. ഓണം അപ്പം ഷോപ്പിംഗ് തകൃതിയായിട്ട് നടക്കുന്നുമുണ്ട്. ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ, രാമേന്ദ്രൻ്റെ ഏറ്റവും ടോപ്പിൽ. ഞങ്ങളിത് ഫുഡ് ഓർഡർ ചെയ്യുക. ഇവിടെ നല്ല തിരക്കാണ് കേസ്. ഞാനിത് അവിടെ പൂരി വാങ്ങാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെയാണ്, ജ്യൂസ് കൗണ്ടർ ഇവിടെയാണ്. നല്ല ചൂട് പൂരിയല്ലേ. രാമേന്ദ്രൻ
രാമചന്ദ്രയിലെ ഫുഡ് കോർട്ടിലെ ഫുഡ് സൂപ്പറാണ് ഗൈസ്. ഞാനും അമ്മയും ഇവിടെ വരുമ്പം ഇവിടെ കയറാതെ പോകത്തില്ല. ഞാൻ ഇടയ്ക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഫുള്ള് ഇപ്പം ഡയറ്റാണ്. എനിക്കങ്ങനെ വലുതായിട്ടൊന്നും കഴിച്ചുകൂടാ പുറത്തൊന്നും. അപ്പോൾ ഇങ്ങനെ ജ്യൂസ്, ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ കഴിക്കാറുള്ളത്. നിനക്കെന്ത് വേണം? മാളൂര് ലൈമും അമ്മയ്ക്കൊരു ചായ വാങ്ങിച്ചോണ്ട് വരാം. ലൈം റെഡി, ലൈം റെഡി. ചായ 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 ചായ. ഞങ്ങളിത് ഇവിടുന്ന് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. പപ്പയ്ക്ക് പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ലല്ലേ? ഇനി അടുത്ത റൗണ്ട് ഷോപ്പിങ്ങിനോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഗൈസ് മാളുവിൻ്റെ പപ്പയ്ക്കും മേടിക്കണം, എൻ്റെ പപ്പയ്ക്ക് മേടിക്കണം, ചേട്ടന് മേടിക്കണം. 3 പേർക്കും ഷർട്ട് മേടിക്കണം. പപ്പയ്ക്ക് ഇല്ലാത്ത കളർ ഇതാണോ? പക്ഷെ പിങ്ക് ഉണ്ട്, ഈ പിങ്ക് ഇതുണ്ട്. ഇത് ചേട്ടന് ഇത് നോക്കാമല്ലോ. അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, ജോമോനെ ഇഷ്ടപ്പെട്ടില്ല, ജോമോനെ ഇഷ്ടപ്പെടുന്ന അമ്മയ്ക്കും ഇഷ്ടപ്പെടത്തില്ല. ഫുൾ കൺഫ്യൂഷനാണ് കേസ്, ഏതെടുക്കണം. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. റിപ്പീറ്റഡ് ആയിട്ടൊരു കളക്ഷൻ ഇല്ല, ഓരോ വെറൈറ്റീസാണ്. അതാണ് ഈ രാമചന്ദ്രൻ വരുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പാറ്റേൺ തന്നെ കുറച്ച് കാണും. അപ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കൺഫ്യൂഷനാണ്. ഒന്നെടുക്കുമ്പോൾ അടുത്തെടുക്കാൻ തോന്നും. ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ് ഗീസ്, ഭയങ്കര ചടങ്ങാണ്. നിന്ന് കുറേ നേരം, ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതലേ ഞങ്ങളിത് ഇവിടെ ഷർട്ട് എടുക്കാനായിട്ട്. ആദ്യം എൻ്റെ ഒരു അലച്ചിൽ കഴിഞ്ഞതിന് ശേഷം അമ്മയും ആളും കൂടെ തിരയുവാണ് കിട്ടാനായിട്ട്. ജോമോൺ 1 എറ്റേണിറ്റി ലേറ്റർ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷർട്ടെല്ലാം എടുത്ത് കഴിഞ്ഞു ഗൈസ്. ഇനിയും 2 അമ്മമാർക്കുള്ളത് എടുക്കാം. അങ്ങനെ കേസ് ഞങ്ങളുടെ ഷോപ്പിംഗ് ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാള് ബില്ല് ചെയ്യുവാണ്. അയ്യോ, ഇതിവിടുത്തെ സ്പെഷ്യൽ ഗിഫ്റ്റാണ് കേട്ടോ. നമ്മളിത് വാങ്ങിച്ചപ്പോൾ നമുക്കിത് ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്, ഫ്രൂട്ട് സലാഡ്. താങ്ക് യു. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഗൈസ്, എന്തൊരു ആശ്വാസം എന്ന് അറിയാമോ. ഒരു ഹ്യൂജ് ഷോപ്പിംഗ് കഴിഞ്ഞ് ഗൈസ്, ഇനി നേരെ വീട്ടിലോട്ട്. രാവിലെ ഞങ്ങളിത് ഈ ഓണക്കോടി എല്ലാവർക്കും കൊടുക്കുവാണ് ഗൈസ്. യെസ് ഗൈസ്. യെസ് ഗൈസ്. ഞങ്ങൾ ഗിഫ്റ്റൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെറിയൊരു പ്രോബ്ലം ആയത്, ചേട്ടൻ നമ്മൾ ഫുൾ സ്ലീവ് ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. നോക്കിയപ്പോൾ ഹാഫ് സ്ലീവ് ആയി. എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ചേട്ടൻ ഇഷ്ടപ്പെട്ടു, കൊള്ളാന്ന് പറഞ്ഞു. കൊണ്ട് ചേട്ടൻ കൊടുക്കാൻ കൊള്ളാം. അപ്പോൾ എന്തായാലും ഗീസ് നിങ്ങളൊക്കെ ഡ്രസ്സ് എടുത്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഓണം വരുവാണ് ഗീസ്. എന്തായാലും ഞങ്ങളിത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗീസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ. വളരെ കറക്റ്റ്.